നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ബേൺമൗത്ത് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ കാസമിറോക്ക് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഫുട്ബോൾ നിരീക്ഷകരിൽ നിന്നും അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. മൊത്തത്തിൽ ഈ ഒരു സീസണിൽ കാസമിറോയുടെ പ്രകടനം അത്ര മികച്ചതല്ല. കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനത്തിന് കാസമിറോക്ക് ഒരുപാട് വിമർശനങ്ങൾ ലഭിച്ചുവെങ്കിലും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻ ഹാഗ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് പരിക്കുകൾ കാരണമാണ് കാസമിറോയുടെ ഫോമിൽ ഇടിവ് സംഭവിച്ചത് എന്നാണ് ഈ പരിശീലകൻ നൽകുന്ന വിശദീകരണം. ടെൻ ഹാഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനമാണ് കാസമിറോ നടത്തിയിരുന്നത്. അദ്ദേഹം ഒരുപാട് ഗോളുകൾ ഒന്നും നേടുന്ന താരമല്ല, പക്ഷെ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറുടെ റോൾ അദ്ദേഹം കൃത്യമായി നിർവഹിച്ചു നൽകും. ടീമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ്. ഇത്തവണ അദ്ദേഹം ബുദ്ധിമുട്ടാൻ കാരണം കരിയറിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു മോശം പരിക്ക് അദ്ദേഹത്തെ അലട്ടി എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ഒരു വിന്നറാണ്. കരിയറിൽ ഉടനീളം വിജയങ്ങൾ കരസ്ഥമാക്കിയ താരമാണ് കാസമിറോ. ഇവിടെയും അദ്ദേഹം വിജയങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ കൂടുതൽ മത്സരങ്ങളും കോൺഫിഡൻസും ഒക്കെ ആവശ്യമാണ്. അദ്ദേഹം ഒരു പോരാളി ആയതുകൊണ്ടാണ് വലിയ കിരീടങ്ങളൊക്കെ കരിയറിൽ നേടിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാസമിറോ വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ്. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ സീസണിൽ യുണൈറ്റഡിന് ഇനി അവശേഷിക്കുന്ന ഏക കിരീട പ്രതീക്ഷ അത് FA കപ്പാണ്. നമുക്കറിയാം, FA കപ്പിന്റെ സെമിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട്. എതിരാളികൾ കോവൻട്രി ആണ്. അതേസമയം മറ്റൊരു സെമി ഫൈനൽ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.